അങ്ങനെ ഷൈൻ ടോം ചാക്കോ ചുമ്മാ ഓടിയതല്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ആ കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ പോകുന്നു അന്വേഷണ സംഘം എന്നതാണ്. അപ്പോൾ ആ ചോദ്യം ചെയ്യൽ കൂടി ഭയന്നാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടി നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡാൻസ് ഓഫ് സംഘം വന്നപ്പോൾ ഷൈൻ ഇറങ്ങി ഓടിയത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാജി, വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതിയായിരുന്ന ആ സ്ത്രീ പറഞ്ഞത് ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഒക്കെ കഞ്ചാവ് എത്തിച്ചു കൊടുത്തിരുന്നു എന്നതാണ്. അതിന് തുടർച്ചയിലാണ് കൊച്ചിയിൽ ഡാൻസ് ഓഫ് സംഘം വന്നപ്പോൾ ഷൈൻ സാഹസികമായി ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതും ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചു കിടക്കുന്നതും. അപ്പോൾ ആ ഇറങ്ങിയോട്ടത്തിനും ഒളിച്ചോട്ടത്തിനും ഒക്കെ പുറകിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ പുറകിലെ ഭയം കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തുടക്കത്തിൽ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേരുകളാണ് എക്സൈസിന് ലഭിച്ചത്. കാര്യം ഷൈൻ ടോമിൻ്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് എക്സൈസ് അത് ആദ്യം മുഖവിലേക്ക് എടുത്തിരുന്നില്ല അത്ര കാര്യമായിട്ട്. കാര്യം പ്രതികൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാവാം എന്നുള്ളതാണ്. അതിനുശേഷം എക്സൈസ് നടത്തിയ പരിശോധനയിൽ ടെലിഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചതിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവന്നത് തന്നെ സിനിമാ മേഖലയിലേക്ക് കൂടിയാണ്. ടൂറിസം മേഖലയും സിനിമാ മേഖലയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ബന്ധമുള്ള ഒരു കച്ചവട സംഘം ഇതിന് പിന്നിലുണ്ട്. അവർ വിദേശത്ത് നിന്നും ഇത്തരത്തിൽ വ്യാപകമായിട്ട് എത്തിക്കുന്നതൊക്കെ തന്നെ സിനിമാ മേഖലയിലും ഒക്കെ തന്നെ നൽകി വരുന്നു. അതിൽ പ്രധാന കണ്ണി ഷൈൻ തോമസ് തന്നെയാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് ആദ്യം എക്സൈസ് ശ്രമിച്ചത്. പക്ഷേ അന്ന് മുൻകൂർ ജാമ്യമൊക്കെ നൽകി ഇവർ എക്സൈസിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കേസുകൾ കൂടി ഉയർന്നു വന്ന സാഹചര്യത്തിലൂടെ ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് എക്സൈസ് സംഘം. എന്നാൽ ഇവർ ഇപ്പോൾ ഇവിടെ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ എക്സൈസിൻ്റെ അന്വേഷണത്തിനും അത് ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ആർക്ക് കൊടുത്തു, എന്തിനു കൊണ്ടുവന്നു, ഇത്തരം ചോദ്യങ്ങൾ മാത്രമാണ് എക്സൈസിൻ്റെ മുന്നിൽ അവശേഷിക്കുന്നത്. കൊണ്ടുവന്നത് പിടിച്ച് അവർ 3 പേരും ഇപ്പോൾ റിമാൻഡിലുമാണ്. പക്ഷേ ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായിട്ട് എക്സൈസ് വളരെ ഇപ്പോൾ ഈ കേസ് കൂടുതൽ ഗൗരവതരമായ സാഹചര്യത്തിലേക്ക് സിനിമാ മേഖലയിലേക്ക് എത്തുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പിടിയിലായ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പിടിയിലായ പ്രതികൾക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, വലിയ ഗോൾഡ് കടത്തുന്ന മാഫിയ അടക്കമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് എക്സൈസും പോലീസും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ സംഘം ഈ സിനിമാ മേഖലയിലേക്ക് കഞ്ചാവ് എത്തിക്കുമ്പോൾ വെറും കഞ്ചാവ് കച്ചവടം അല്ലെങ്കിൽ ലഹരിമരുന്ന് കച്ചവടം എന്നതിനപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങൾ ഈ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവർക്കുണ്ടോ എന്ന സംശയം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും മനു, അതിൻ്റെ അകത്ത് എക്സൈസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു പ്രധാന കാരണം സിനിമാ മേഖലയിലേക്കൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്കും പെണ്ണുങ്ങളെ സപ്ലൈ ചെയ്യുന്നത്, അതായത് സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘം പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ട്. അത്തരത്തിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളാണ് ഇവർ ചെയ്തു വരുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഇത് ചെയ്യുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും സ്വർണ്ണവും മയക്കുമരുന്നുമൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. സിനിമാ മേഖലകളിലാകുമ്പോഴത്തേക്ക് ഇവർക്ക് ആവശ്യത്തിനുള്ള പണം, ഇതിന് പ്രതിഫലം അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിനുള്ള പണം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ സിനിമാ മേഖലയിൽ ലക്ഷ്യം വയ്ക്കുന്നു. ആ സിനിമാ മേഖലയിലെ ചിലരുടെ പേരുകൾ പുറത്തു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇവരെ എക്സൈസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സൈസിനും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പോലീസ് എന്തായാലും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയോ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ എക്സൈസും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകണമെങ്കിൽ, എക്സൈസിന് ഇതിൻ്റെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതാർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണത്തിലാണ് എക്സൈസ് ഇപ്പം നിൽക്കുന്നത്. മനു, തീർച്ചയായും ഏതായാലും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ഇവരെ ചോദ്യം ചെയ്യുക എന്ന വലിയൊരു വിഷയം കൂടി ഇപ്പോൾ പോലീസിന്റെ മുൻപിലേക്ക്, അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് വരികയാണ്.